ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കേസ് സ്റ്റഡി എന്ന് പറയുന്നത് മകളുടെ ഹസ്ബൻഡുമായി സെക്സിൽ ഏർപ്പെടേണ്ടി വന്ന ഒരു അമ്മായിയമ്മയുടെ സ്റ്റോറിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിങ്ങനെ ഒരു കേസ് കാണുന്നത്. ഒരുപാട് ഇങ്ങനത്തെ റിലേറ്റഡായ കേസുകൾ വരാറുണ്ട്. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മായിയമ്മയാണ് ആദ്യം എൻ്റെ ക്യാബിനിലേക്ക് വന്നത്. മോളും മോളുടെ ഭർത്താവും കുട്ടിയൊക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മ ആദ്യം ക്യാബിനിലേക്ക് വന്നു. എൻ്റെ അടുത്ത് വളരെ ചിരിച്ചൊക്കെ പറഞ്ഞു, മാമിനെ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് മാമിനെ പറ്റി ഞാൻ അറിയുന്നത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം മാഡത്തിനെ കാണാൻ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് 1 വർഷത്തോളമായി. ഞാൻ ആകെ കുടുങ്ങി നിൽക്കുകയാണ്. മാം എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇവിടെ ഇരിക്കണ ഈ കൈ ഇങ്ങനെ ഇവിടെ ലേഡി ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചു, 2 കൈയും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ രക്ഷിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കെഞ്ചെന്നൊക്കെ പോലെ. ഒരു നല്ല ഏജൊക്കെ ഉണ്ട് ഈ ലേഡിക്ക്, ഒരു 55 ഒക്കെ ഉണ്ടാവും ചിലപ്പം, അത്രയും ഏജൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് പരിഹാരമാക്കാം, എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ജീവിതം ആകെ കുളമായിരിക്കുകയാണ്. എൻ്റെ മോള് പാവം, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. എന്നെ ഭർത്താവ് ഒരുപാട് വർഷങ്ങളായി ഉപേക്ഷിച്ച് പോയ ഒരാളാണ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ മോളാണ് എല്ലാം. മരുമകൻ നല്ല അടിപൊളിയാണ്, അവനാണ് എല്ലാ ജോലി ചെയ്ത് വന്ന് കാശ് കൊണ്ടുവരുന്നതും എല്ലാ കാര്യങ്ങളും വീട്ടിലെ നോക്കുന്നതും. എൻ്റെ മോളെ നല്ലപോലെ നോക്കും, കുട്ടീനെ നോക്കും, എല്ലാവർക്കും കുടുംബക്കാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എന്താ പ്രശ്നം? അയ്യോ മാഡം എന്നെ രക്ഷിക്കണം, മാം ഇല്ലാണ്ട് എനിക്ക് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ കാര്യം പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നി എന്തോ സെൻസിറ്റീവായ എന്തോ കാര്യമാണ്, എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാഡം മോള് സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു. ഒരു മാസം മുന്നേ സൂയിസൈഡിന് കൈ മുറിക്കാൻ ശ്രമിച്ചു. ഞാൻ കണ്ടു, പിടിച്ചു വെച്ചു. അവൾ ഭയങ്കര ഡിപ്രഷനിലാണ്. ഇപ്പം മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്, എന്നാലും ഒരു കുറവുമില്ല. ഭയങ്കര ഡിപ്രഷനിലാണ് അവൾ. ചിലപ്പം ചൂടാവും, ചിലപ്പം എന്താ ചെയ്യേണ്ട അറിയില്ല. അപ്പം എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇവരുടെ സ്റ്റോറി പറയാൻ തുടങ്ങിയത്. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ചെറിയൊരു കുട്ടിയുണ്ട്. ഇവർ അറേഞ്ച് മാരേജ് ആണ്. അപ്പം ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന്, മോളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഒരു 2 ഇയേഴ്സൊക്കെ കഴിഞ്ഞ നേരം ഈ ഉമ്മയോട്, അതായത് അമ്മായിയമ്മയോട് ചെറിയ രീതിയിലേക്ക് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും. ഉമ്മ ഇല്ലാണ്ട് പറ്റൂല, ചായ കൊടുക്കാനും ഉമ്മ മതി, ചോറ് കൊടുക്കാനും ഉമ്മ മതി, എല്ലാത്തിനും ഉമ്മ മതി എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതായത് ഒരു മദർ ഫിഗറിനോട് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ സൈക്കോളജിസ്റ്റുമാർക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരാളുടെ പേര് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ടാണ്. അതായത് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതായത് സ്വന്തം അമ്മയോട് ഭയങ്കരമായ സ്നേഹം കാരണം അച്ഛനോട് ഭയങ്കര വൈരാഗ്യം തോന്നിയും എനിമിറ്റി തോന്നിയും അങ്ങനെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുകയും കൊലപാതകമൊക്കെ ചെയ്ത ആൾക്കാരുടെ കഥയാണ്. അതിനെയാണ് നമ്മൾ എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള, അതായത് പെൺകുട്ടിയാണെങ്കിൽ ഫാദറിനോട് സ്നേഹവും, അല്ലെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ അമ്മയോട് സ്നേഹവും തോന്നിയിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെ, അച്ഛനോടാണ് സ്നേഹമെങ്കിൽ അമ്മയെ കൊല്ലാൻ തോന്നുക, അല്ലെങ്കിൽ അമ്മേനോട് ഭയങ്കര വൈരാഗ്യവും വിരോധവും തോന്നുക. അങ്ങനെയുള്ള ഒരു കഥേനെ, അങ്ങനെയുള്ളൊരു കാര്യത്തിനെയാണ് നമ്മൾ എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കാര്യം കേൾക്കുമ്പോൾ ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറയാം, അതായത് ഈ മദർ ഇൻ ലോ എന്നോട് പറയാണ്, മരുമോനെ ഞാനില്ലാണ്ട് തീരെ പറ്റൂല, അവൻ എന്തിനും മരുമോന് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണം. മോള് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മയല്ലേ അവിടെ, ഉമ്മ എടുത്ത് തന്നാൽ മതി, ഉമ്മ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. അപ്പം ഞാനും വിചാരിച്ചു അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലോസ് ഒന്നും ആയിട്ടില്ല. ഇവനെ തന്നെ കുട്ടിപ്രായത്തിൽ തന്നെ എല്ലാം കുട്ടികൾ തന്നെ സ്വന്തം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പാരൻസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പ് പാരൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഉമ്മ ഇങ്ങനെ താലോലിക്കുമ്പോഴും താലോടുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ടൊരു സ്നേഹം ഉമ്മേനോട് കാണിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ
മോള് അത് കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താ ചെയ്യുക, ഇപ്പം ഞാൻ മരുമോളും ഹസ്ബൻഡ് മോനെ പോലെ ആയി. ഉമ്മ ചില സമയത്ത് ഇവർ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഉമ്മൻ്റെ മടിയിൽ അവൻ കിടക്കും. മരുമോനാണ് കേട്ടോ, മടിയിൽ കിടക്കും, തലയോടി കൊടുക്കും, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റാർട്ടാവാൻ തുടങ്ങി. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാ കാര്യത്തിനും ഇപ്പം അവൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അവൾ അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കലില്ല. എന്താ വെച്ചാൽ ഉമ്മയാണ് നോക്കുക എല്ലാ കാര്യങ്ങളും, ഡ്രസ്സ് എടുത്തു കൊടുക്കുക, പിന്നെ എന്താ പറയുക, അയലിട്ടിരിക്കണം എന്തെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുക, കയറി വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കുക, ഇങ്ങനത്തെ ഭാര്യ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉമ്മ ചെയ്താൽ മതി എന്നാണ് ഇയാൾ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തിലൊക്കെ അത് ഉമ്മേനോടുള്ളൊരു സ്നേഹവും ശരിക്കുള്ളൊരു ഉമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിനെ കൊണ്ടാണ് എന്നാണ് മാഡം ഞാൻ വിചാരിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് അത് കുറച്ച് കൂടിപ്പോയി. ഞാൻ അന്നേരെ നിർത്തണമായിരുന്നു. നമ്മളെ മതത്തിലൊക്കെ പറയുന്ന പോലെ മരുമോനെ മരുമോനായിട്ട് തന്നെ കാണണം, മോനല്ല, രക്തബന്ധമല്ല ഉമ്മയ്ക്ക്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മകനായാൽ പോലും ഉമ്മയ്ക്ക് കൂടുതൽ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹറാമാണ് എന്ന് പറയൂലേ, ആ ഒരു രീതിയിലേക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. അവന് അങ്ങനെ ഭയങ്കര ഒരു സൗഹൃദം പോലെയൊക്കെ ആയി. പിന്നെ മോളെ നല്ലോണം നോക്കും, മോളുമായിട്ടുള്ള ജീവിതത്തിലായാലും മോളെ കുട്ടീനെ നോക്കുന്നതിൽ കുടുംബത്തിലൊക്കെ ആയാലും പിന്നെ എല്ലാ പൈസയും കാര്യങ്ങളും ചിലവാക്കും. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണത്തിന് വരെ ഇവനാണ് എല്ലാ കാര്യം ചെയ്യുക, സ്വർണം മേടിച്ചു കൊടുക്കുക. ഇവന് അത്യാവശ്യത്തിന് നല്ല ബിസിനസ്സും കാര്യങ്ങളും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മോനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ സൈക്കോളജിസ്റ്റായ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്താണ് കാര്യം, ഇപ്പോൾ എഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പക്ഷേ എനിക്ക് ചെറിയ രീതിയിലേക്ക് ഒരു സംശയം തോന്നി, എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടാവുമോ, ഇവർക്ക് എന്താണ് ഇത്ര ഒരു ഡിപ്രഷൻ പോലെ മൂക്ക് വന്നു ഇവർക്ക് വന്നു എന്നൊക്കെ പറയാൻ കാരണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മദറിനിലോ എൻ്റെ മുന്നിലിരിക്കുന്ന ക്ലൈൻറ്റ് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കാര്യം പറയായിരുന്നു. മാഡം, പാടില്ലാത്ത കുറേ സാധനങ്ങൾ നടന്നു എന്ന് മാത്രമല്ല 2-3 വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിങ്ങനെ കിച്ചണിലിരിക്കുമ്പോൾ അവൻ വന്നിരിക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിന് നോ പറയാൻ പറ്റിയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിലിരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും, ആ തണേൻ്റെ മേലെ കയറിയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്കും അതൊരു എന്താ പറയുക, എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു ഹസ്ബൻഡിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അവനങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കമ്പനി ഞാനും എൻജോയ് ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ മാറി, ഇങ്ങനെ എന്നെ കൂട്ടിപ്പിടിക്കുകയും പിന്നെ ഭയങ്കരമായി ഒരു ലസ്റ്റൊക്കെ ഉള്ള പോലെ, ഒരു റൊമാൻസൊക്കെ ഉള്ളത് പോലെ ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് വഴി തരാണ്ട് ഞാൻ അങ്ങനെ ഇടിച്ചുരുമ്മി പോകുന്ന പോലത്തെ ഒരു സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും, റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് ഡോറിന് നോക്ക് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അന്നേരത്തെ ഒരു രീതിയിലേക്ക് ഞാനതത്ര സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായ സമയത്തിൽ എന്നെ ഈ ലേഡി പറഞ്ഞിരുന്നത് പാടില്ലാത്തൊരു കാര്യമാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. ഇവർ ഭയങ്കരമായി കരയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലൊരു സെക്ഷൽ ആവശ്യം ഈ മരുമോൻ ചോദിച്ച സമയത്ത് ഉമ്മ നോ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായി പൊട്ടി കരഞ്ഞ് കുഞ്ഞു പിള്ളേരെ പോലെ കരയുകയും ഞാൻ ഒന്നും ഫുഡ് കഴിക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കുകയും കരഞ്ഞിരിക്കുകയും ജോലിക്ക് പോകാണ്ടൊക്കെ ആയപ്പം എൻ്റെ മോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്താ പറ്റിയത് കാക്കയ്ക്ക്, എന്താണ് ഉണ്ടായത്, എന്താണ് ഫുഡ് കഴിക്കാത്ത, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെന്തോ ബിസിനസ്സിൽ എന്തോ ടെൻഷനോ കാര്യമോ എന്തോ ആണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അത്രയേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവിച്ചു. അപ്പോൾ ഇവൾ അറിയുമോ എന്നുള്ള പേടിക്ക് അന്ന് ഞാൻ അതിനും സമ്മതിച്ചു. ഞാൻ സമ്മതിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ ജോലിക്കൊക്കെ പോയി, അവൻ റെഡിയായി. പിന്നീട് ഇതേപോലെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവളെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുക, ഇവളുടെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തുന്ന പോലെ. അതായത് ഉമ്മ എനിക്കിതിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോളെ നോക്കൂല, ഞാനൊന്നും ചെയ്യൂല, ഞാൻ ജോലിക്ക് പോകൂല, പക്ഷെ ആരോടിത് പറയുന്നോ അല്ലെങ്കിൽ ഞാൻ ത്രെട്ടണിങ് ഒന്നുമല്ല. അപ്പം ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉമ്മേനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ചതൊന്നുമല്ല. ഇവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉമ്മയും ഈ മരുമോനുമായി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഇവരൊരു ഭാര്യ ഭർത്താവിനെ പോലെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഉണ്ടായത്. ഒരു
1 month ബാക്ക് ഇങ്ങനെ കുറേ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കുറേ കാലം കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഇത് നിർത്തണോ എന്നുള്ള രീതിയിലേക്ക് കുറേ സമയം നിർത്താൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഈ അമ്മായിയമ്മ ചെയ്ത് നോക്കിയും പക്ഷെ അതൊന്നും നിർത്താൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വന്നില്ല. അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ച് ഈ ലേഡി ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി. അത്രയൊന്നും ഭയങ്കര റിലീജിയസ് ആയ ഒരാളായിരുന്നില്ല ഈ ലേഡി ആദ്യം. പക്ഷെ ഇങ്ങനത്തെ ഒരു തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഭയങ്കര റിലീജിയസ് ആയി, ഭയങ്കരമായി നിസ്കരിക്കാനും ഓതാനും ഒക്കെ തുടങ്ങി. പഠിച്ചവനോട് ഭയങ്കര അള്ളാഹുവെ എൻ്റെ തെറ്റുകൾ പുറത്ത് തരണേ എന്നുള്ള രീതിയിലേക്ക് എല്ലാ ദിവസവും തെറ്റിന് വേണ്ടി എന്താ പറയുക, ദൈവത്തിനോട് തന്നെ പറയും, പാപപരിഹാരം തരണേ എന്നുള്ള രീതിയിലേക്കൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഈ ലേഡീനോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഹസ്ബൻഡുമായിട്ട് എന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ല, ഞാൻ അവന് വേണ്ടി നിന്ന് കൊടുത്തു എന്നേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നീട് കുറേ സെഷൻസുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ലേഡി എന്നോട് പറഞ്ഞു കേട്ടോ, ഞാനും എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാവും മാഡം ചിലപ്പോൾ എപ്പോഴെങ്കിലും, അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടാവുന്നത്, അവനോട് എനിക്കൊരു തെറ്റും പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് മെയിലിംഗ് രീതിയിലേക്കല്ല. ഇയാൾ 1 മാസം മുന്നേ ഈ മോള് ഡിപ്രഷനിലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 1 മാസം മുന്നേ ഉമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ്, അതായത് ഹസ്ബൻഡ് ഉമ്മയ്ക്ക് അയച്ചൊരു മെസ്സേജ് ഉമ്മേൻ്റെ ഫോണിൽ നിന്ന് മോള് വായിച്ച്. അപ്പോൾ മോള് വിചാരിച്ചു എന്തോ മെസ്സേജ് അയച്ച് എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തിനെങ്കിലും ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മോൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ, നിൻ്റെ മകളെ ഞാൻ ഉപേക്ഷിക്കട്ടെ എന്നിട്ട് നിന്നെ കല്യാണം കഴിക്കട്ടെ പ്ലീസ് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഭയങ്കര ഒരു മെസ്സേജുകളും ചക്കര അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന നോക്കുമ്പോൾ പ്രായം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ലേഡിക്ക് നല്ല ഏജൊക്കെ ആയിട്ടുണ്ട്, ഈ മരുമോന് വലിയ പ്രായമൊന്നുമില്ല. അപ്പം ഇവളാകെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെന്താ, ആദ്യം വിചാരിച്ചു തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ആകെ എന്തോ ഒരു രീതി. പക്ഷേ ഇവർ തമ്മിൽ സെക്സ് ഉണ്ടായി എന്നുള്ള കാര്യം മോള് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് രീതിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, എന്തോ ഒരു രീതിയിലേക്കുള്ളൊരു അടുപ്പം, കൂടുതൽ അടുപ്പം പാടില്ലാത്ത രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മോൾക്ക് മനസ്സിലാവുകയും മോള് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുകയും കരയുകയും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യിച്ചത്. പക്ഷെ എന്നാലും മോള് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്, മൂഡൊക്കെ ഭയങ്കര ലോവും. ഞാൻ ആ മോളെ പിന്നെ കാണുന്ന സമയത്ത് അവർ ഭയങ്കര എന്താ പറയുക, കണ്ണൊക്കെ ഫുള്ള് നിറഞ്ഞൊഴുകുന്ന പോലെ ഇങ്ങനെ തുളുമ്പി നിൽക്കുക, കരിച്ചിലൊക്കെ അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ. ത്രൂ ഔട്ട് ദി സെഷൻ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞാകെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക, വീങ്ങുക എന്നൊക്കെ പറയില്ല നമ്മൾ, ചുവപ്പ് കളറായി വീങ്ങി, അത്രയും സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ഒരവസ്ഥയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാണ്ട് തീരെ പറ്റില്ല, ഞാനൊരു അക്ഷരം ഉമ്മേനോട് പറഞ്ഞിട്ടില്ല, എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം കുളമാക്കുന്ന ഒരു സാധനം എൻ്റെ ഉമ്മ ചെയ്യൂല. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തരിനോട് കയ്യും കാലും കാണിച്ച് ഓരോ പൈസയ്ക്കൊക്കെ വേണ്ടി ഇരന്ന് ജീവിച്ച പോലത്തെ ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായി. എൻ്റെ ഉമ്മ എൻ്റെ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് വേറെ കല്യാണം കഴിക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ ജീവിതത്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉമ്മ ഒരിക്കലും ഒന്നും ചെയ്യൂല, അതെനിക്ക് അത്രയും ഉറപ്പാണ്. എന്താ സംഭവിച്ചതെന്ന് മാഡം എന്നോട് പറയണം, അവർ തമ്മിൽ എന്തെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്കിതെങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് അതിനെ കൊണ്ടിട്ട് ഇവിടെ ഉമ്മേനെയും ട്രീറ്റ് ചെയ്യണം, മോനെയും ട്രീറ്റ് ചെയ്യണം, അതായത് മരുമോനെയും ട്രീറ്റ് ചെയ്യണം, മോളെയും ട്രീറ്റ് ചെയ്യണം, എല്ലാവർക്കും സെഷൻസൊക്കെ കൊടുക്കേണ്ടതിനെ കൊണ്ട് നമ്മൾ ഇത്രയും ഡിലേ ആയിപ്പോവും. കുറേ ആകുമ്പോഴത്തേക്ക് അവരെ പ്രശ്നം വേഗം പരിഹരിച്ച് കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ കോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതി ഒരു സൈക്കോളജിസ്റ്റിനെയും കൂടെ സെഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റും കൂടെ 2 പേരും കൂടി ഇരുന്നിട്ടാണ് ഇവർക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. എന്നിട്ട് ഒരാളെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് വേറൊരാളെ കൗൺസിലിംഗ് ചെയ്യുന്ന പോലെ. അപ്പം ഞാൻ നമ്മുടെ ഇവിടെയുള്ള ഒരു സൈക്കോളജിസ്റ്റ് മാഡത്തിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ആ മാം ഈ മോളെ ട്രീറ്റ് ചെയ്യും, ഞാൻ ആ പയ്യനെ അതായത് ഹസ്ബൻഡിനെയും ഉമ്മേനെയും ട്രീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സപ്പോർട്ടീവ് സൈക്കോതെറാപ്പിയൊക്കെ ചെയ്ത് സ്കിൽസൊക്കെ റെഡിയാക്കി മോളെ റെഡിയാക്കി കാര്യം പറഞ്ഞു മനസ്സിലാക്കി ശരിയാക്കി കൊണ്ടുവരാനായിട്ട് ആ മാഡത്തിന് ഞാൻ ഗൈഡൻസ് കൊടുക്കി.
അവരുടെ സെഷൻസ് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ ഉമ്മേൻ്റെ അടുത്ത് ചെയ്ത തെറ്റുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഇതെങ്ങനെ സ്റ്റോപ്പ് ആക്കാമെന്നൊക്കെയുള്ള രീതിയിലേക്ക് ഓരോ തരത്തിൽ. അപ്പോൾ ഉമ്മയ്ക്കുള്ള പേടി എന്താ വെച്ചാൽ ഇവൻ പൈസ തരാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇവനാണ് ഏക മാർഗം. അപ്പം മോളുടെ ലൈഫും കുളമാവരുത്, മോളോട് തീരെ താല്പര്യം അവന് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡിന്, അതായത് ഈ പയ്യന് ഞാൻ സെഷനിൽ ഒറ്റയ്ക്ക് ഇരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പം പയ്യൻ ഒരുപാട് മുന്നോട്ടേക്ക് പോയി. അതായത് സെക്ഷൽ ഡീവിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേടിച്ച് സെക്സ് ചെയ്യുക. അതായത് ഇപ്പോൾ ലവേഴ്സ് ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഓരോ ഇടവഴിയിൽ നിന്നും അല്ലെങ്കിൽ ഒളിച്ചും അല്ലെങ്കിൽ കഫേയിലും അങ്ങനെ ഇങ്ങനെ തിയേറ്ററിനും അങ്ങനെയൊക്കെ ആരും കാണുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു റൊമാൻസ്, ലസ്റ്റ് അല്ലെങ്കിൽ സെക്സ് ചെയ്യുക എന്ന് പറയുന്നതും പേടിച്ച് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു ത്രില്ലുണ്ട്. അതുകൊണ്ടാണ് ഈ ലവേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഭയങ്കര ത്രില്ലായിരിക്കും. പക്ഷേ അതേ വ്യക്തികൾ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് ചിലപ്പോൾ സെക്ഷൽ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം അന്നേരം നമ്മൾ ആലോചിക്കുക എന്താണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും പേടിക്കാണ്ട് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ റൂമിൽ എന്താ നടക്കുന്നത് ആരും മുട്ടാൻ പോലും ഡോറിന് പോലും നോക്കി ആരും വരൂലല്ലോ, നമുക്ക് അത്രയും ഫ്രീഡമായി എന്നൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല, ലവേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒളിച്ചും പാത്തും ചെയ്യുന്ന സാധനത്തിന് ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ത്രില്ല് വേറെ ഉണ്ടാവും. ആ ഒരു സാധനം കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഹസ്ബൻഡിന് ഈ ഡീവിയൻ സെക്സ് എന്ന് പറയുന്ന സാധനം, അതായത് ഒളിച്ചൊളിച്ച് മോള് കാണാതെ ഈ അമ്മായിമ്മേനോട് ചെയ്യുന്ന ഈ സാധനം, അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടായതിനെ കൊണ്ടിട്ട് ഇവർക്ക് ഇതിലൊരു ലഹരി പോലെ ഇത് ഭയങ്കരമായിട്ട് ഇതിനോട് താല്പര്യം വരികയും ഈ ഒരു സെക്സിനോട് ഭയങ്കര ഭ്രമം തോന്നുന്ന രീതിയിലേക്കൊക്കെ ആവുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞതിൻ്റെ ശേഷം ഭാര്യയുമായിട്ടുള്ള സെക്ഷൽ ലൈഫ് ഇവർക്ക് പൂർണ്ണമായി നിന്നുപോയി. അതായത് ഭാര്യനോട് ഒരു അറൗസലും തോന്നുന്നില്ല, ഒരു രീതിയിലേക്കുള്ള ഒരു താല്പര്യം, ഒരു സെക്സ് ഒന്നും തോന്നുന്നില്ല. വൈഫുമായിട്ടുള്ള സെക്ഷൽ ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായിപ്പോയി. വൈഫിനോടുള്ള സെക്ഷൽ ലൈഫ് ഒരുപാട് വട്ടം ശരിയാക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനുമായി ഇങ്ങനെ ഉണ്ടെങ്കിലും മോളോട് നീ സെക്സ് ചെയ്യണം, മോളോടുള്ള ഒരു സെക്ഷൽ സാധനം നിർത്തരുതെന്ന് എന്നോട് കുറേ വട്ടം പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഉമ്മയുടെ സെഷനിൽ ഉമ്മ എന്നോട് പറഞ്ഞത്, ഇത് ഇത്രയും സീരിയസ് ആവും എന്നുള്ള കാര്യം ഞാൻ ശരിക്കും മനസ്സിലാക്കണത് എൻ്റെ മോളോട് അവൻ സെക്സ് ചെയ്യൽ നിർത്തുകയും അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ പറയും, മോളെ ഒഴിവാക്കില്ല, മോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം, മോളെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കും എന്നുള്ള രീതിയിലേക്ക് ആയപ്പോഴാണ് ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു നോർമലിൽ നിന്ന് വിട്ടുപോയല്ലോ എന്നുള്ളൊരു കാര്യം, ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെയുള്ള ഒരു പേടിയും ഒരു ഭയങ്കര ഭയം എനിക്ക് വരാൻ തുടങ്ങിയത് എന്നാണ് ഉമ്മ പറഞ്ഞത്. ഇവരുടെ മൂന്ന് പേരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദർ ഇൻ ലോന് വേറെ രീതിയിലേക്കുള്ള കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയാണ് കൊടുത്തത്, മോൾക്ക് വേറെ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. മോളും ഉമ്മയും കുറേയൊക്കെ റെഡിയായി ശരിയായി എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്കായി വന്നു. പക്ഷേ ഹസ്ബൻഡിന് സെഷനിൽ വരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു. ഓരോ സെഷനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊക്കെയാണ് ഹസ്ബൻഡിനെ സെഷനിൽ കൊണ്ടുവരിക. അയാൾക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, നല്ലൊരു പയ്യനാണ് കേട്ടോ. ഇത് ഇങ്ങനൊരു സാധനം എങ്ങനെ വന്നു പോയി എന്ന് അയാൾക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എനിക്കിനി അത് നിർത്താൻ പറ്റൂല എന്നുള്ള പൂർണ്ണ ബോധം അയാൾക്ക് ഉണ്ട് എന്നാണ് അയാൾ തന്നെ പറഞ്ഞത്. കുറച്ച് സെഷൻസുകളൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഒരു 5 മുതൽ ഒരു 8 സെഷനൊക്കെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ മദർ ഇൻ ലോ ആയിട്ടുള്ളൊരു സെക്ഷൽ റിലേഷൻഷിപ്പും ഈ എഡിപ്പസ് കോംപ്ലക്സിനെ പറ്റിയിട്ടും ഡീവിയൻ സെക്ഷൽ പ്രാക്ടീസസിനെ പറ്റിയിട്ടും നിങ്ങളുടെ കപ്പിൾ ലൈഫിലും കുട്ടികളുടെ ഭാവിയിലേക്കൊക്കെ ഇത് പോസിബിൾ അല്ലാത്തൊരു സാധനമാണെന്നും ഇത് നമ്മുടെ മതപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടും ഇത് പാടില്ലാത്തൊരു കാര്യമാണെന്നുള്ളതും ചെയ്തത് തെറ്റാണ്, അതൊരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് ഒക്കെ പോലത്തെ ഒരു സാധനമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ചീറ്റിംഗ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അയാളെ ഒരു ശരി ഞാൻ മാറാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കാൻ തന്നെ 5 to 8 5 to 8 സെഷൻസ് എടുത്തിട്ടുണ്ട്. അതുവരെ അയാൾ മാറാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഇയാളുടെ ഒരു സെക്ഷൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്തിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു കോപ്പിംഗ് മെക്കാനിസം കണ്ടുപിടിക്കാനും സെക്ഷൽ ഏർജ് തോന്നുന്ന സമയത്തിൽ ഉമ്മേൻ്റെ അടുത്ത് അവിടുന്ന് ഉമ്മേൻ്റെ ഒരു പ്രസൻസ് അവിടെ ഇല്ലാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് മാറി നിൽക്കാനും ഉമ്മേനെ ഇവരുടെ കപ്പിൾ ലൈഫിൽ ഉമ്മ അവരുടെ കൂടെ നിൽക്കേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു തീരുമാനമൊക്കെ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കേസ് റെഡിയാക്കിയത്. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്.
ഹസ്ബൻഡും മദർ ഇൻ ലോ ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫാദർ ഇൻ ലോ മരുമോളെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പേരിപ്പോൾ കൗൺസിലിംഗ് സെഷൻസിലേക്ക് ടേൺ ചെയ്ത് വരും. എന്താ വെച്ചാൽ ഇത് കുടുംബക്കാരോട് ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇതിലിപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഇവരെ 3 പേരും നമുക്ക് കുറ്റം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ 3 പേരും പാവം ഈ ഒരു ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അവനായാലും പിന്നെ ഈ അമ്മായിമ്മയായാലും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പ്രശ്നമാവുമെന്ന് വിചാരിച്ച് ചെയ്തു പോയൊരു കാര്യമല്ല, അറിയാണ്ട് പറ്റിപ്പോയതാണ്, നമ്മളെ കൺട്രോളിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമുക്ക് പാവം തോന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇവരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പേരിപ്പം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, മതപരമായാലും അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റൽ റൂൾ പ്രകാരം നമ്മൾ പറയാം, മരുമകനുമായി നമ്മൾ മോനെ പോലെയാണ്, എൻ്റെ മരുമോളെ പോലെയാണ്, മോളെ പോലെയാണെന്നൊക്കെ അമ്മായിയച്ഛന്മാരും അമ്മായിമ്മമാരും ഒക്കെ പറയും. പക്ഷേ നമ്മൾ ഗ്യാപ്പ് വെക്കേണ്ടോടത്ത് അത് വെക്കണം. നമ്മൾ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പാടില്ലെങ്കിൽ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടുത്തിരിക്കാൻ പാടില്ലെങ്കിൽ അടുത്തിരിക്കാൻ പാടില്ല. പാടില്ലാത്ത സാധനം എനിക്ക് പറ്റും, അത് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, എനിക്ക് മോനെപ്പോലെയാണ്, ഞാൻ മോനെപ്പോലെ കാണുമെന്ന് പറഞ്ഞ് നമ്മൾ ഈ മോളുടെ ഭർത്താവിൻ്റെ റൂമിലേക്ക് കയറി ചെന്ന് വേണ്ടതൊക്കെ എടുത്ത് വന്ന് തിരിച്ച് അങ്ങനെ കാഷ്വലി ഒന്നും അങ്ങനെ ചെയ്യരുത്. മക്കളുടെ റൂമിലേക്ക്, ഹസ്ബൻഡും വൈഫും ഉള്ള റൂമിലേക്കാണ് എപ്പോഴായാലും നമ്മൾ നോക്ക് ചെയ്ത് മുട്ടി അവരുടെ റൂമിലേക്ക് മാക്സിമം കയറാണ്ടിരിക്കുക. അവരുടെ പ്രൈവസി കാര്യങ്ങൾ, മരുമകനാണെന്നുണ്ടെങ്കിലും കൂടുതൽ സൗഹൃദം നിങ്ങൾ മരുമക്കളായിട്ട് വെക്കണ്ട, നിങ്ങൾ വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ സൈക്കോളജി പറയുന്നതും സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതും ഈ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ലസ്റ്റ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരാ, എന്താ, ഉമ്മയാണോ ഭാര്യയാണോ എന്നൊന്നുള്ളത് നമുക്കത് അന്നേരം ആ ഒരു സമയത്ത് നമുക്ക് അതിനുള്ളൊരു ബോധം കിട്ടില്ല. അതിനെക്കൊണ്ടാണ് മതപരമായിട്ട് ഇങ്ങനത്തെ കാര്യത്തിന് സ്ട്രിക്ട്ലി നോ പറയുന്നത്. ഇപ്പോൾ ആൺകുട്ടികൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇത്ര വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെങ്ങന്മാരെ കൂടെ കിടത്തൂല, മാറ്റി വേറെ റൂമിൽ കിടത്തും. എന്തിനാന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു സാധനം ഇന്നേറ്റ് ആയിട്ട് ഒരു സെക്ഷൽ അർജ് ആണിലും പെണ്ണിലും ഒക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അനിയത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, അവനൊന്നും അങ്ങനെ ചിന്തിക്കൂല, മോളെപ്പോലെയാണ്, പെങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ പറയുമെങ്കിലും ഞാനൊക്കെ ഒരുപാട് കേസുകളിൽ കേട്ടിട്ടുണ്ട് ഈ ചെറിയ പിള്ളേർ തമ്മിൽ സെക്ഷൽ സാധനങ്ങളൊക്കെ ഉണ്ടായി പോകുന്ന ആങ്ങളെ പെങ്ങന്മാരൊക്കെ തമ്മിലൊക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നോ പറയണമെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അവർക്ക് വിവരമില്ലാത്തതാണ്, അവർക്ക് അറിയില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ അന്ന് ചെറിയ പ്രായത്തിൽ ചെയ്തു പോയൊരു കാര്യം നീ അത് മറക്കണേ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പെങ്ങളോട് മാപ്പ് പറഞ്ഞ കുറേ ആങ്ങളമാരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് അന്ന് ചെറുപ്പത്തിലുണ്ടായ ഒരു സാധനം നിനക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും, അത് എൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്കാണ്, ഏട്ടന് വന്ന് അത്ര വലിയ പ്രായം ഉണ്ടായിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച കുറേ കേസുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിൽക്കേണ്ടതുപോലെ നിന്നിട്ടില്ലെങ്കിൽ ലൈഫ് മൊത്തം കുളമാവുന്ന രീതിയിലേക്കുള്ള പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദെന്നെന്തേർ അതിനെ കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ നിൽക്കുക. ലോകത്തിൽ ഒരുപാട് സുഖലോലുപങ്ങൾ ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ പാടില്ലാത്തയും പാടുന്നതും ഒക്കെ. പാടില്ലാത്ത സാധനമാണെന്നുള്ള ചെറിയൊരു സംശയം നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുക. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യത്തേക്കല്ലേ, അല്ലെങ്കിൽ ഇന്നും കൂടി ഇല്ല, ഒറ്റ ഇനിയിപ്പോൾ എന്താ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു ലാഘവം നിങ്ങൾ ആ കാര്യത്തിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൺട്രോൾ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കേസിൽ നമുക്ക് തന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ ഒരു കേസായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇനി ഉമ്മ ഒരിക്കലും അവരുടെ കൂടെ നിൽക്കരുത് എന്നുള്ളൊരു തീരുമാനം ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു സാധനം. എന്താ വെച്ചാൽ ഉമ്മയ്ക്ക് ഹസ്ബൻഡ് ഇല്ല, വേറെ ആരുമില്ല, ഒരു മോളേ ഉള്ളൂ. പക്ഷേ ഉമ്മ വേറെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോൾ നമ്മളെ ലൈഫിലെ ഹാപ്പിനെസ് കുറേ, ഈ ഒരു ഫാമിലീൻ്റെ ഹാപ്പിനെസ് കുറേ തകർന്നുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇത്തരം രീതിയിലേക്ക് വഷളാക്കാതെ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായി നോക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ കേസ് ഡയറിയിലൂടെ എല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു മോറൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്യരുത്. അത് ഇമോഷൻ ആയാലും എന്തായാലും നമ്മൾ നിൽക്കേണ്ടടുത്ത് ബന്ധങ്ങളും കാര്യങ്ങളും വെക്കണം. അതിനൊരിക്കലും ഇങ്ങനത്തെ രീതിയിലേക്ക് ഓവറായി അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ഇത് കൈവിട്ട് പോകാമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.